വെൽക്കം ടു നൗറാസ് കിച്ചൺ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ നൗറാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെറി വെച്ചിട്ടുള്ളൊരു ജാമാണ്. അപ്പോൾ ഒരു ബൗളിൽ ഞാനിവിടെ ചെറി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കുരു കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുരു കളഞ്ഞെടുക്കാൻ നല്ല പണിയായിരിക്കും. ചിലർക്ക് ഇതുപോലെ ചെറിയ ടൈപ്പ് സ്ട്രോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് ഇങ്ങനെ തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ ആ കുരു മേലെ കൂടി പൊങ്ങി വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് നേരൊക്കെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ കത്തി കൊണ്ട് തന്നെ ഇറങ്ങിയതാണ് കുരു എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കുരു എടുക്കാം. അപ്പം ഞാനിവിടെ ചെറിയൊക്കെ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഞാവൽപ്പഴത്തിനൊക്കെ പോലെ തോന്നും. അപ്പോൾ ഇത് നല്ല മധുരമുള്ള ചെറിയാണ്, നല്ലോണം പഴുത്തിട്ട് റെഡിയായി വന്നിട്ടുള്ള ചെറിയാണ്. അപ്പോൾ ഇത് കുരു കളഞ്ഞെടുത്ത ചെറിയിലേക്ക് നമുക്കിനി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ജാമ് തയ്യാറാക്കിയെടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒന്ന് അടിച്ചെടുത്തിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒന്ന് അടിച്ചിട്ട് പേസ്റ്റാക്കി എടുക്കുക, വെള്ളം ഇല്ലാതെ അടിച്ചെടുക്കുക, എന്നിട്ട് ജാം ഉണ്ടാക്കാം. ഞാനുണ്ടാക്കുന്നതിൽ ചെറിയ പീസസായി കിടക്കുന്ന ജാമാണ്. അപ്പോൾ ഞാനതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഇതുപോലെ ഉടച്ച് വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും ഇങ്ങനെ ഇരിക്കണം. ഒരു 5 മിനിറ്റിൻ്റെ ശേഷം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അതിലേക്ക് പഞ്ചസാരയൊക്കെ ഏകദേശം അലിഞ്ഞിട്ട് ഒരു അടിയിലേക്ക് കുറച്ച് വെള്ളം പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജാമ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു സ്റ്റീൽ ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് മിക്സാക്കി വെച്ചിട്ടുള്ള ജാമിൻ്റെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറി ഇട്ടിട്ട് ഇട്ട ശേഷം നമ്മൾ ഫ്ലെയിം ഓണാക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചെറിയ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര കൂട്ടിയെടുക്കുക. ഞാനിപ്പോൾ ഈ എടുത്ത ചെറിയിലേക്ക് ഇത്രയും പഞ്ചസാര മതി. അപ്പോൾ ഞാൻ ആ പാത്രത്തിലേക്കൊരു 1/4 കപ്പ് തികച്ചില്ല, ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഞാൻ ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്. ഈ ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതൊരുപാട് നേരം നിന്ന് തിളച്ച് റെഡിയായി വരണം, നല്ലോണം ഉടഞ്ഞ് ചേരേണ്ടതാണ്. പിന്നെ ഞാൻ ഇതിലേക്കൊരു ജാമിൻ്റെ ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് 2 പീസ് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്, കറുവപ്പട്ട. അതൊരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇങ്ങനെ നല്ലോണം മിക്സാക്കിയിട്ട് അടച്ചു വെക്കൊന്നും വേണ്ട, അടച്ചു വെക്കാതെ തന്നെ നമ്മൾ ഇതിനെ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലോണം കിടന്ന് വെന്ത് വരുമ്പോൾ കുറേയൊക്കെ ഇത് ഉടഞ്ഞു ചേരുന്നതാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ശേഷം ഇത് നല്ല തിളച്ച് തുടങ്ങിയതാണിത്. തിളച്ച് അതിലേക്ക് മിക്സായി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ലൂസിലാണുള്ളത്, കുറച്ചും കൂടെ ടൈറ്റായി വരണം. അപ്പോൾ ടൈറ്റ് ആവുന്നത് വരെ നമുക്കിതിനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കുറച്ച് ടൈറ്റ് പരുവത്തിലാവുമ്പോൾ നമുക്കിതിനെ ഓഫാക്കാവുന്നതാണ്. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി ടൈറ്റായി വരും. അപ്പോൾ ഇപ്പോൾ ഇവിടെ തണുത്ത ശേഷമാണ് ഞാൻ ഈ കാണിക്കുന്നത്. തണുത്ത ശേഷം നല്ലോണം ടൈറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ജാമിൻ്റെ പരുവത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആരും ചെറിയ ജാമ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.